പുരുഷന്മാർ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണ്? എടോ മാഷേ, ഈ പണ്ടൊരു ചൊല്ലുണ്ട്, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു പോയി ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേടെന്ന്. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ മുള്ളിനാ കേട്. അതും മുള്ളിന് മാത്രമല്ല, ആ ചെടിക്ക് മുഴുവനും കേടാണ്. അതായത് ഇപ്പം ഒരു കൂട്ടം സ്ത്രീകളുണ്ട്, അവരുടെ രീതി ഇങ്ങനെയാണ്: കാര്യം നടക്കുന്നത് വരെ വീറ്റു, കാര്യം നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം നടക്കില്ലെന്ന് വന്നാലോ മീറ്റു. എന്താ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏതൊരു പുരുഷന്റെ ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട് എന്നാണ് പറയാറ്. എന്നാൽ ഇപ്പോൾ പുരുഷന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ സ്ത്രീ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീ ഒരുമ്പെട്ടാൽ ഒരു പുരുഷന്റെ ജീവിതം ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പുരുഷൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. ഒരു കൂട്ടം സ്ത്രീകൾ ഇങ്ങനെയാണ്. ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ നന്മയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ ക്യാമ്പയിൻസും ലോ ഒക്കെ ഉള്ളത്. അത് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം ഇതോടൊപ്പം ഞാൻ പറയാം. ഈ പുലി വരുന്നേ എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചിട്ട് അവസാനം പുലി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സംരക്ഷണവും നീതിയും ഒന്നും കിട്ടാതെ വരും. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് പറഞ്ഞു വരുന്നതേ, ഈ സ്ത്രീകളുടെ ശത്രുവേ സ്ത്രീകൾ തന്നെയാണെന്ന്. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ മറക്കാതിരിക്കുക, ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക.